ഹായ് ഓൾ. അപ്പോൾ നമ്മൾ EC2 ഇൻസ്റ്റൻസുകളെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. EC2 ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു ലാപ്ടോപ്പ് പോലെയുള്ള ഒരു സാധനമാണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി ലാപ്ടോപ്പിന് CPU, റാം, അതേപോലെ സ്റ്റോറേജ് ഡിവൈസസ്, അതുകൂടാതെ നെറ്റ്വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോർമലി ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഇതേപോലെ തന്നെ EC2 ഇൻസ്റ്റൻസിനും ഈ ഓരോരോ കാര്യങ്ങളും കിട്ടാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണം. അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. EC2 ഇൻസ്റ്റൻസ് ടൈപ്പുകളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുവഴി EC2 ഇൻസ്റ്റൻസുകൾക്ക് CPU, റാമുകളും എല്ലാം കോൺഫിഗർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? അതേപോലെ തന്നെ നമ്മൾ സ്റ്റോറേജിനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ നോർമലി നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്കോ SSD പോലുള്ള കാര്യങ്ങൾ വെക്കാറുണ്ട്. അതേപോലെ തന്നെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറേജ് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. EBSഉം S3യും EFSഉം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമുക്ക് നോർമലി നെറ്റ്വർക്ക് ഉണ്ടാവും. അതുവഴി നമ്മൾ ഇൻ്റർനെറ്റും കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മളുടെ EC2 ഇൻസ്റ്റൻസിനും ഇതേപോലെയുള്ള നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം അല്ലേ? അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന EC2ൻ്റെ അകത്തിരിക്കുന്ന AWSൻ്റെ നെറ്റ്വർക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. വെരി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നില്ല. നമ്മൾ കോഴ്സ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പം നമ്മൾ തൽക്കാലം EC2 ഇൻസ്റ്റൻസുകൾക്ക് ആവശ്യമുള്ള കുറച്ച് നെറ്റ്വർക്കിംഗ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ റീജിയണും അവൈലബിലിറ്റി സോണും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു വേറൊരു വീഡിയോയ്ക്കകത്ത്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇനിയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള റീജിയൻ, അവൈലബിലിറ്റി സോൺ, അങ്ങനെയുള്ള ടേംസ് എല്ലാം വരും. അപ്പോൾ അത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ബോധം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളിത് കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ AWSൻ്റെ അകത്തിരിക്കുന്ന നെറ്റ്വർക്കിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം വരുന്ന ടേം എന്ന് പറയുന്നത് VPC എന്ന് പറയുന്നതാണ്. VPC എന്ന് പറയുന്നത് വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AWSൻ്റെ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആമസോൺ VPC അല്ലെങ്കിൽ AWS VPC എന്ന് പറയുന്ന കാര്യമാണ്. ഈ VPC എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മളുടെ ഓഫീസുകളിലൊക്കെ നമുക്കൊരു പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളുടെ പർട്ടിക്കുലർ നമ്മളുടെ റീജിയൻ്റെ അകത്ത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് AWS ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്തു തന്നിരിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന VPC എന്ന് പറയുന്നത്. VPC എന്ന് പറയുന്നത് റീജിയൻ്റെ അകത്താണ്. അതായത് നമുക്കിപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ റീജിയൻസ് ഉണ്ടെങ്കിലും ഓരോരോ റീജിയൻ്റും അകത്തായിരിക്കും ഓരോരോ VPCകളും ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ഓരോരോ VPCക്കകത്തും വീണ്ടും സബ്നെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ IP അഡ്രസ്സുകളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ്നെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സബ്നെറ്റുകൾക്കകത്താണ് നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ പർട്ടിക്കുലർ റീജിയൻ, അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു VPC, അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സബ്നെറ്റിൻ്റെ അകത്തായിരിക്കും നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയിപ്പെടുന്നത്. അപ്പോൾ VPC എന്ന് പറയുന്നത് വളരെ ബിഗ് ആയിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കണം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് EC2 പഠിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കാരണം ഈ സമയത്ത് നമ്മൾ VPC പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന VPC എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആയിട്ടിരിക്കുന്ന കുറച്ച് ടേംസുകളാണ്. അപ്പം അങ്ങനെയുള്ള ടേംസുകൾ ഇനീഷ്യലി ഒന്ന് ഡൈജസ്റ്റ് ആവാനും ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് പതിയെ VPCക്കകത്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും പഠിച്ചു പോകാം. പക്ഷേ തൽക്കാലം ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതായതുകൊണ്ട് ഈ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെയൊരു കാര്യം ഓർത്തിരുന്നാൽ മതി. VPC എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് നമ്മൾ ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് സബ്നെറ്റിൻ്റെ അകത്തായിരിക്കും നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത്. ഓരോരോ സബ്നെറ്റുകളും ഓരോരോ അവൈലബിലിറ്റി സോണിൻ്റെ അകത്തായിരിക്കും ഉണ്ടാകുക അല്ലേ? അപ്പം ഇങ്ങനെ ഒരു മൊമെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡൗട്ട് വരും. നമ്മൾ ഓൾറെഡി EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് നമ്മൾ ഒരു VPC ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. VPCക്കകത്ത് മാത്രമേ നമുക്ക് EC2 ഇൻസ്റ്റൻസുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ. VPCയുടെ പുറത്ത് നമുക്ക് EC2 ഇൻസ്റ്റൻസുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പം നമുക്ക് ഇതുവരെ എങ്ങനെയാണ് നമുക്കൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു AWS അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് AWS ബൈ ഡിഫോൾട്ട് ഓരോരോ റീജിയൻ്റെ അകത്തും ഓരോരോ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന VPCയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കോൺഫിഗറേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. VPC എന്ന് പറയുന്നത് കുറച്ച് ബിഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അകത്ത് ഒരു പ്രൈവറ്റ് ക്ലൗഡാണ്. അപ്പം എങ്ങനെയൊക്കെ നമ്മളുടെ നെറ്റ്വർക്ക് ട്രാഫിക് ഉള്ളിലോട്ട് വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് VPC ആണ്. അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഗേറ്റ്വേസും ഇതേപോലെയുള്ള ഇൻ്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ഗേറ്റ്വേയും അങ്ങനെയുള്ള പല പല ഗേറ്റ്വേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് VPC ഈ പറഞ്ഞിരിക്കുന്ന പുറത്തുനിന്നുള്ള ഇൻ്റർനെറ്റിൻ്റെ ട്രാഫിക് ഉള്ളിലോട്ട് എങ്ങനെ വരണം, അല്ലെങ്കിൽ ഇൻറ്റേർണലി തന്നെയുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കുകൾ എങ്ങനെ പോകണം എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് പല രീതികളിലിരിക്കുന്ന കോൺഫിഗറേഷൻസും സെറ്റിങ്സും എല്ലാം വെച്ചിട്ട് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് എങ്ങനെയൊക്കെ നെറ്റ്വർക്ക് ട്രാഫിക് വരണം, എങ്ങോട്ടൊക്കെ നെറ്റ്വർക്ക് ട്രാഫിക് പോകണം എന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതോടു കൂടി നമുക്ക് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനാണ് പറ്റുന്നത്. അതായത് നെറ്റ്വർക്ക് ആർക്കും എപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസുകൾ ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലെത്തുക. അതായത് കൺട്രോൾ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെ അലോ ചെയ്യുള്ളൂ. അങ്ങനെയാണ്, അതുകൊണ്ടാണ് VPC ഈ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ കൂടി AWS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് ബേസിക്കലി നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ സെക്യൂരിറ്റി, അതായത് നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്തിട്ട് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഓൾറെഡി നമ്മളൊരു EC2 ഇൻസ്റ്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മുംബൈ റീജിയൻ ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് യുവർ VPC എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളുടെ സെർച്ച് ബോക്സിൻ്റെ അകത്ത് VPC എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VPC കാണാൻ പറ്റും. അതൊരു സെപ്പറേറ്റ് സർവീസ് തന്നെയാണ്. EC2ഉം S3യും IAM പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നല്ലേ. അതേപോലെ തന്നെ AWSൻ്റെ അകത്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് സർവീസ് തന്നെയാണ് VPC എന്ന് പറയുന്നത്. അപ്പം ഈ VPC ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലായിരിക്കും വരുന്നത്. ഈ ഡാഷ്ബോർഡിൻ്റെ അകത്ത് യുവർ VPCs എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പർട്ടിക്കുലർ റീജിയൻ്റെ അകത്തിരിക്കുന്ന VPCകളെല്ലാം കാണാൻ പറ്റും. ഈവൻ ദോ നമുക്ക് പുതിയതായിട്ടിരിക്കുന്ന ക്രിയേറ്റ് VPC എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയതായിട്ടിരിക്കുന്ന ഒരു VPC ക്രിയേറ്റ് ചെയ്ത് നമ്മുടേതായിട്ടിരിക്കുന്ന കുറേ കോൺഫിഗറേഷൻസ് ഉണ്ട് VPCക്ക് അകത്ത്. അതെല്ലാം നമുക്ക് വൺ ബൈ വൺ ആയി പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് VPC ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് AWS ഒരു VPC ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഡിഫോൾട്ട് VPC എന്ന് പറയുന്നത് യെസ് ആണെന്നുള്ളത് കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പം ഏതൊരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ VPCക്ക് ഉള്ളിലേക്കാണ് നമുക്ക് പോകുന്നത്. ഇങ്ങനെ AWS ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന ഒരു VPC തന്നത് കൊണ്ടാണ് നമുക്ക് ഇതുവരെ EC2 ഇൻസ്റ്റൻസുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. VPC ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് EC2 ഇൻസ്റ്റൻസ് ആ റീജിയനിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു EC2 ഇൻസ്റ്റൻസ് നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത ഏതൊരു EC2 ഇൻസ്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് EC2ൻ്റെ കൺസോളാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നിങ്ങളുടെ ഒരു EC2 ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അടിയിൽ ടാബുകൾ കാണിക്കും അല്ലേ. അതിൻ്റെ അകത്ത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ടാബ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ EC2 ഇൻസ്റ്റൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന VPC ഏതാണ് എന്നിവിടെ കിട്ടും. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന ഈ VPC ആയിരിക്കും. അതായത് 87AC എന്ന് എൻഡ് ചെയ്യുന്ന സാധനം, 87AC എന്ന് പറയുന്നത്. ഈ VPCക്ക് അകത്ത് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സബ്നെറ്റുകൾ ഉണ്ടാവും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ്സുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്നെറ്റുകൾ ഉണ്ടാക്കുന്നത്. അത് ഓരോരോ അവൈലബിലിറ്റി സോണിലും ബൈ ഡിഫോൾട്ട് ഓരോരോ സബ്നെറ്റുകൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സബ്നെറ്റിൻ്റെ അകത്തായിരിക്കും നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് ഓടുന്നത്. നമ്മളുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ EC2 ഇൻസ്റ്റൻസ് ഓടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന BD51 എന്ന് പറയുന്ന സബ്നെറ്റിൻ്റെ അകത്താണ്. അത് ഈ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന VPC അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സബ്നെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ AP South 1B എന്ന് പറയുന്ന അവൈലബിലിറ്റി സോണിൻ്റെ അകത്ത് ഓടുന്ന സബ്നെറ്റിൻ്റെ അകത്താണ് നമ്മളിപ്പം ഈ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഏത് നിങ്ങൾ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതൊരു VPCക്ക് ഉള്ളിലായിരിക്കും ആടുന്നത്. ആ VPCക്ക് അകത്തിരിക്കുന്ന ഒരു സബ്നെറ്റിൻ്റെ അകത്തായിരിക്കും അത് ഓടുന്നത്. നമ്മുടെ IP അഡ്രസ്സ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സബ്നെറ്റുകളെല്ലാം വെച്ചിട്ടാണ്. ഓക്കെ, ജസ്റ്റ് ഇപ്പം തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനിയിപ്പം അടുത്ത കാര്യം എന്ന് പറയുന്നത് IP അഡ്രസ്സുകൾ എന്ന് പറയുന്നതാണ്.
നമ്മളുടെ ഏതൊരു കമ്പ്യൂട്ടർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കതിനൊരു IP അഡ്രസ്സ് വേണം അല്ലേ? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ IP കോൺഫിഗ് എന്ന് പറയുന്ന സാധനം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അപ്പോൾ അത് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മളുടെ മെയിൽ അഡ്രസ്സൊക്കെ ഉള്ളതുപോലെ ഒരു IP അഡ്രസ്സ് വേണം അല്ലേ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസുകൾക്കും ഈ പറഞ്ഞിരിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടിരിക്കുന്ന ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. EC2 ഇൻസ്റ്റൻസുകളെ കേസിൽ ആക്ച്വലി 2 കൈൻഡ് ഓഫ് IP അഡ്രസ്സുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പബ്ലിക് IP അഡ്രസ്സും, അതായത് ഓരോരോ EC2 ഇൻസ്റ്റൻസിൻ്റെ കേസുമാണ് പറയുന്നത്. ഓരോരോ EC2 ഇൻസ്റ്റൻസിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് 2 തരം IP അഡ്രസ്സ് AWS തന്നിട്ടുണ്ടാവും. ഒന്നെന്ന് പറയുന്നത് പബ്ലിക് IP അഡ്രസ്സും രണ്ടാമത്തത് പ്രൈവറ്റ് IP അഡ്രസ്സുമാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് IP അഡ്രസ്സ് നമുക്ക് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാം. അതായത് നമ്മൾ പുറത്തു നിന്ന് നമ്മളൊരു ലാപ്ടോപ്പ് വഴി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക് IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് AWSൻ്റെ ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്തിരിക്കുന്ന നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു കമ്പ്യൂട്ടറും നമ്മളൊരു IP അഡ്രസ്സ് വെച്ചിട്ടാണല്ലോ അല്ലേ ആക്സസ് ചെയ്യുക. അങ്ങനെ ആക്സസ് ചെയ്യാൻ നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന IP അഡ്രസ്സ് എന്ന് പറയുന്നത് പബ്ലിക് IP അഡ്രസ്സാണ്. ഇനി പബ്ലിക് IP അഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് നമ്മൾ ഓരോരോ തവണ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ നേരത്തെ EC2 ഇൻസ്റ്റൻസ് നമ്മൾ SSH വെച്ച് കണക്ട് ചെയ്തിരുന്നു അല്ലെ, ലിനക്സിൻ്റെ സാധനം നമ്മൾ കണക്ട് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മളൊരു IP അഡ്രസ്സ് കൊടുത്തിരുന്നു. ആ IP അഡ്രസ്സ് എന്ന് പറയുന്നത് പബ്ലിക് IP ആണ്. നമ്മൾ പുറത്തുനിന്നാണ് ആക്സസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ത്രൂ ഇൻ്റർനെറ്റ് ആണ് നമ്മൾ ആ EC2 ഇൻസ്റ്റൻസിനെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് പബ്ലിക് IP ആയിരിക്കും. ആ പബ്ലിക് IP ഇങ്ങനെ ഓരോരോ തവണ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രൈവറ്റ് IP അഡ്രസ്സാണ്. ഈ പ്രൈവറ്റ് IP അഡ്രസ്സ് നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നിന്ന് പ്രൈവറ്റ് IP വെച്ചിട്ട് നമുക്ക് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ VPCക്ക് അകത്ത് തന്നെ നമ്മളൊരു റീജിയൻ, ആ റീജിയൻ്റെ അകത്തൊരു VPC, ആ VPCക്ക് അകത്ത് പല പല സബ്നെറ്റുകൾ, ഈ ഓരോരോ സബ്നെറ്റിൻ്റെ അകത്ത് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന EC2 ഇൻസ്റ്റൻസുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു VPCക്ക് അകത്ത് തന്നെ നമ്മൾ 2 EC2 ഇൻസ്റ്റൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 EC2 ഇൻസ്റ്റൻസുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് IP യൂസ് ചെയ്യാം. അതായത് ഈ രണ്ടും ഇരിക്കുന്നത് നമ്മളുടെ സെയിം VPCക്ക് അകത്തായിരിക്കണേ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് AWSൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അത് ഇൻ്റർനെറ്റ് വഴി ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ട. അത് രണ്ടും ഒരു ഡാറ്റാ സെൻറ്ററിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈവറ്റ് IP യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈവറ്റ് IP യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല പല ഗുണങ്ങളുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 2 EC2 ഇൻസ്റ്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മൾ ഓവർ ദ ഇൻ്റർനെറ്റ് വരേണ്ട കാര്യമില്ല അല്ലേ. നമുക്ക് ഓവർ ദ ഇൻ്റർനെറ്റ് വരേണ്ട കാര്യമില്ല. AWSൻ്റെ VPCക്ക് അകത്ത് തന്നെ ഇരിക്കുന്ന നെറ്റ്വർക്കുകൾ കൂടി നമുക്ക് പോയാൽ മതി. ഓവർ ദ ഇൻ്റർനെറ്റ് വരാത്തത് കൊണ്ട് നമുക്കത് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ടൈം ലാഭിക്കാൻ പറ്റും. സെക്യൂരിറ്റി കുറച്ചും കൂടെ കൂടും. കാരണം ഓവർ ദ ഇൻ്റർനെറ്റ് ഒരു ഡാറ്റ പോയി ഇൻ്റർനെറ്റിലൂടെ തിരിച്ച് വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. അത് പല പല രീതികളിലിരിക്കുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓവർ ദ ഇൻ്റർനെറ്റ് ഡാറ്റ ട്രാവൽ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് അങ്ങനെയുള്ള റിസ്ക്കുകളോ അങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ VPCക്ക് അകത്തിരിക്കുന്ന 2 EC2 ഇൻസ്റ്റൻസുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് IP യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പ്രൈവറ്റ് IP യൂസ് ചെയ്താൽ മതി. പക്ഷേങ്കിൽ പ്രൈവറ്റ് IP ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പബ്ലിക് IP യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. പബ്ലിക് IP പോലെയല്ല പ്രൈവറ്റ് IP. പ്രൈവറ്റ് IP ഇത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് മാറത്തില്ല. അത് കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ. ഈ 2 സാധനങ്ങളും നമുക്ക് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 IP അഡ്രസ്സുകളും കാണാൻ പറ്റും. ഇതാണ് പബ്ലിക് ആയിട്ടിരിക്കുന്ന IP അഡ്രസ്സ്. പുറത്തുനിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് IP അഡ്രസ്സാണ്. ഇത് ഇൻ്റേണൽ
കമ്മ്യൂണിക്കേഷന്. അപ്പം നിങ്ങളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന സാധനം റണ്ണിങ് ആണ്. ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഐപി അഡ്രസ്സ് മാറിയിട്ടുണ്ടാവും. ഈ പബ്ലിക് ഐപി അഡ്രസ്സ് മാറിയിട്ടുണ്ടാവും. പക്ഷേ പ്രൈവറ്റ് ഐപി അഡ്രസ്സ് ഇത് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുന്നത് വരെ ഈ സെയിം നമ്പർ തന്നെയായിരിക്കും. അത് മാറത്തില്ല. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന കാര്യമാണ്. സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കമ്പ്യൂട്ടറിൻ്റെ അകത്തൊക്കെ ഫയർവാൾ ഉണ്ടല്ലോ അല്ലേ? അതായത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ആരൊക്കെ കടക്കണം, ഏതൊക്കെ നെറ്റ്വർക്ക് ട്രാഫിക്കിന് അലോ ചെയ്യണം, ഏതിനൊക്കെ പ്രോഹിബിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഫയർവാളുകളൊക്കെ വിൻഡോസിൻ്റെ അകത്തും എല്ലാത്തിൻ്റെ അകത്തും നമ്മൾ ഫയർവാളുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഇതേപോലെ നമ്മളുടെ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു മെക്കാനിസമാണ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്താണെന്നുള്ളത് തിയറി ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് കൺസോൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം കൂടി ഒന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ IP അഡ്രസ്സ്, പബ്ലിക് IP അഡ്രസ്സ് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് നിന്ന് നമ്മൾ SSH വെച്ചിട്ട് ഈ ഇൻസ്റ്റൻസിനെ ആക്സസ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഓവർ ദ ഇൻ്റർനെറ്റ് ഇങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ടാക്കണം. എന്നിട്ടായിരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് കണക്ഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ IP അഡ്രസ്സും വേണം, പിന്നെ ഒരു പോർട്ട് നമ്പറും, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു പോർട്ട് നമ്പറും നമ്മൾ ആ കണക്ഷന് ആവശ്യമുണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ്സിലോട്ട് പോകുന്നു, എന്നിട്ട് ഒരു പോർട്ട് നമ്പർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു. നോർമലി SSH പോലെയുള്ള പ്രോട്ടോക്കോൾ ഡിഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. അപ്പം നമ്മൾ ഈ IP അഡ്രസ്സ് കൊടുത്തു, 22 കൊടുത്ത് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. SSH വെച്ചിട്ട് നമ്മൾ ഓൾറെഡി SSH വെച്ചിട്ട് നമ്മളുടെ റിമോട്ടായിട്ട് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്തിരുന്നല്ലേ? ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റേർണലി നടക്കുന്ന പരിപാടികളാണ് ഈ പറയുന്നത്. അതായത് പഴയ നെറ്റ്വർക്ക്, ഓവർ ദ നെറ്റ്വർക്ക്, ഓവർ ദ ഇൻ്റർനെറ്റ് ഇതേപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഒന്നും അലൗഡ് ആയിരിക്കില്ല. ഇവിടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഫയർവാൾ ഇടയ്ക്ക് കയറി വരും, എന്നിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റ് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മൾ റൂൾസ് ക്രിയേറ്റ് ചെയ്ത് ഇടണം. റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ്സിൽ നിന്ന് ഒരു നെറ്റ്വർക്ക് റിക്വസ്റ്റ് വന്ന് ചെയ്യുന്നാൽ അത് അലോ ചെയ്യൂ, അങ്ങനെയുള്ള റൂളുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന IPക്കകത്ത് നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന പോർട്ടിൻ്റെ അകത്തേക്ക് ഇന്ന ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അലോ ചെയ്യൂ എന്നുള്ള റൂളുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള റൂളുകളുടെ ഒരു കൂട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആരൊക്കെ അലൗഡ് ആണ് എന്നുള്ളതാണ്. ബൈ ഡിഫോൾട്ട് ഒരു റൂളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ റിക്വസ്റ്റുകളും പ്രോഹിബിറ്റഡ് ആയിരിക്കും. പിന്നെ നമുക്ക് പുറത്ത് നിന്ന് ഓവർ ദ ഇൻ്റർനെറ്റ് ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസുമായിട്ട് നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. SSH വെച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമ്മളൊരു HTTP വെബ് സെർവർ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെർവറിലേക്കോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമ്മൾ നോർമലി നമ്മളുടെ ഒരു EC2 ഇൻസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സെക്യൂരിറ്റി ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് ആർക്കൊക്കെ ഏതൊക്കെ നെറ്റ്വർക്ക് അലൗഡ് ആവണം എന്നുള്ള റൂളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ റൂളുകളുടെ ഒരു കൂട്ടമാണ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റൂളുകളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻബൗണ്ട് റൂളുകളും രണ്ടാമതെന്ന് പറയുന്നത് ഔട്ട് ബൗണ്ട് റൂളുകളുമാണ്. അപ്പം ഇൻബൗണ്ട് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നെറ്റ്വർക്ക് ട്രാഫിക് അലോ ചെയ്യണം എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻബൗണ്ട് റൂളായിട്ട് പറയുന്നത്. ഔട്ട് ബൗണ്ട് റൂളായിട്ട് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് ഏതൊക്കെ
IP അഡ്രസ്സുകളിലോട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. റൂളുകളെല്ലായ്പ്പോഴും അലോ റൂളുകൾ മാത്രമായിരിക്കും. സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് ഡെനി റൂൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം ഇല്ല. അതായത് ബൈ ഡിഫോൾട്ട് എല്ലാം ഡെനി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഏതൊക്കെ അലോ ചെയ്യണം അതിനെ മാത്രം റൂളുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അലോ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ നോർമലി AWSൻ്റെ അകത്ത് എന്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ലിസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണിത്. ഡെനി എന്ന് പറയുന്ന റൂളില്ല, അലോ ചെയ്യുക എന്ന് പറയുന്ന റൂൾ മാത്രമായിരിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അകത്ത്, നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നിന്ന് നമ്മൾ SSH എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ അലൗഡ് അല്ല. ഇനിയിപ്പോൾ അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻബൗണ്ട് റൂളിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റൂള് ക്രിയേറ്റ് ചെയ്യണം. ആ റൂളിൻ്റെ അകത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, ഈ IP അഡ്രസ്സിൽ നിന്ന്, അതായത് ഇതല്ല, ഇത് ഇവൻ്റെ IP അഡ്രസ്സാണ് അല്ലേ, ഇതായത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ IP അഡ്രസ്സിൻ്റെ അകത്ത് നിന്ന് ഒരു റിക്വസ്റ്റ് വന്ന് ചെയ്താൽ അലോ ചെയ്ത് കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻബൗണ്ട് റൂള് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ഇൻബൗണ്ട് റൂള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന IPക്കകത്ത് നിന്ന് ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ, ഈ പോർട്ടിലോട്ട് ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവൻ അലോ ചെയ്ത് അത് ഇവിടെ കൊണ്ടുപോയിടും. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട സ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ നമുക്ക് ഇൻബൗണ്ട് റൂളുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ EC2 ഇൻസ്റ്റൻസിലോട്ട് വരുന്ന നെറ്റ്വർക്ക് ട്രാഫിക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി ആരും നമ്മളുടെ നെറ്റ്വർക്ക് EC2 ഇൻസ്റ്റൻസ് ആക്സസ് ചെയ്യുക എന്ന് പറയുന്ന സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് വെരി മച്ച് കൺട്രോൾഡ് ആയിട്ട് ആർക്കൊക്കെ മാത്രമേ നമ്മളുടെ EC2 ഇൻസ്റ്റൻസിനെ ഓവർ ദ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ റൂള് വെച്ചിട്ട് നമ്മൾ ഇവിടെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കൺട്രോളാണ് ഈ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ് വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നിന്ന് ഏതിലേക്ക് പോകണം എന്നുള്ള ഔട്ട്ബൗണ്ട് റൂളുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. ബേസിക്കലി കൺട്രോൾ ചെയ്യാം, നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെ നമുക്ക് ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ആ സെക്യൂരിറ്റി ഗ്രൂപ്പിനെ എങ്ങനെ ഒരു EC2 ഇൻസ്റ്റൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യമൊന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് കൺസോൾ എടുക്കുകയാണ്. മാനേജ്മെൻറ്റ് കൺസോളിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. EC2 ഇൻസ്റ്റൻസ് ആയിട്ട് ഓൾറെഡി ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നമുക്ക് പുതിയതായിട്ടൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് EC2ൻ്റെ ഡാഷ്ബോർഡാണ്. നമ്മളിവിടെ EC2 എന്ന് അടിച്ചിട്ട് വന്നതാണ്. ഓക്കെ, EC2 എന്ന് പറയുന്ന സർവീസ് എടുത്ത് അതിൻ്റെ ഡാഷ്ബോർഡാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ കുറേ സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിഫോൾട്ടായിട്ടൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് AWS തന്നിട്ടുണ്ട്. പിന്നെയും കുറേ സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല EC2 ഇൻസ്റ്റൻസുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ പുതിയതായിട്ട് നമുക്കൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു പേര് കൊടുക്കണം. സെക്യൂരിറ്റി ഗ്രൂപ്പിന് നമുക്കൊരു പേര് കൊടുക്കണം, ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒരു VPCയുടെ ഉള്ളിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പിനെ നമുക്ക് ഈ VPCക്കകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന EC2 ഇൻസ്റ്റൻസുകളുമായിട്ട് മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് 2 തരം റൂളുകളുണ്ട്. ആ റൂളുകളെ ക്രിയേറ്റ് ചെയ്യാണ് നമ്മളിവിടെ വേണ്ടത്. ബൈ ഡിഫോൾട്ട് അവൻ എല്ലാ ട്രാഫിക്കുകളും അലോ ചെയ്യുക എന്ന് പറയുന്ന റൂളായിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇൻബൗണ്ടിൻ്റെ അകത്ത് ഒന്നും ഉള്ളിലോട്ട് ഇൻബൗണ്ട് ചെയ്യുക. അപ്പം നമ്മൾ പുതിയതായിട്ടൊരു റൂൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഈ റൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ആഡ് റൂൾ എന്ന് പറയുന്ന സാധനം അടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ കോംബോ ബോക്സ് എന്ന് പറയുന്നത് ടൈപ്പ് എന്ന് പറയുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് AWS തന്നെ കുറച്ച് ബൈ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന, വളരെ പോപ്പുലർ ആയിട്ടിരിക്കുന്ന കുറച്ച് പ്രോട്ടോക്കോളുകളും അതിന് ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്ന പോർട്ടുകളും ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് നമുക്ക് SSH അലോഡ് ചെയ്യണം എന്നുള്ള ഒരു റൂളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ SSH എന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. SSH എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനറിയാം SSH യൂസ് ചെയ്യുന്നത് TCP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. അത് ബൈ ഡിഫോൾട്ടായിട്ട് 22 എന്ന് പറയുന്ന പോർട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളത്.
അപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന പ്രോട്ടോക്കോളും പോർട്ട് റേഞ്ചും ചൂസ് ചെയ്ത് കിട്ടും. നമുക്ക് എളുപ്പത്തിൽ ചൂസ് ചെയ്യും. നമ്മളായിട്ട് തന്നെ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ പോപ്പുലർ ആയിട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. HTTP അതായത് വെബ് ട്രാഫിക് അലോ ചെയ്യുക. TCP 80ലാണല്ലോ നോർമലി HTTP വരുന്നത് അല്ലേ. HTTPS നോക്കുകയാണെങ്കിൽ 443 അല്ലേ. അതേപോലെ തന്നെ നമ്മൾ മറ്റേ വിൻഡോസ് കണക്ട് ചെയ്ത സമയത്ത് നമ്മൾ RDP വെച്ചിട്ടായിരുന്നല്ലോ ചെയ്തത്. അതിൻ്റെ എന്ന് പറയുന്നത് 3389 എന്നാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റത്തെ സാധനം എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് പോപ്പുലർ ആയിട്ടിരിക്കുന്ന കുറച്ച് പ്രോട്ടോക്കോളുകളാണ്. അപ്പം ആ പ്രോട്ടോക്കോൾ വെച്ചിട്ടുള്ള ഒരു ഇൻബൗണ്ട് ട്രാഫിക് ആണ് നമുക്ക് അലോ ചെയ്യേണ്ടതെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്യാം. അത് നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമുക്കൊരു പർട്ടിക്കുലർ പ്രോട്ടോക്കോളും അല്ലെങ്കിൽ പർട്ടിക്കുലർ പോർട്ടുമൊക്കെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നും മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ. നമ്മൾ RDP ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് വേറൊരു പോർട്ടിലാണ് വേണ്ടത് എന്നുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ HTTP സെർവർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 80ലാവണം നിർബന്ധമൊന്നുമില്ല. ബൈ ഡിഫോൾട്ട് 80ലാണെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 8080 എന്ന് പറയുന്നതിൻ്റെ അകത്ത് മേ ബി നമ്മളുടെ HTTP സെർവർ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ആ പോർട്ടിലേക്കായിരിക്കണം നമുക്ക് അലോ ചെയ്യേണ്ടി വരിക കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കസ്റ്റം TCP എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാം. ഓക്കെ, എനിവേ ഏത് പോർട്ടിലോട്ടാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം മാത്രമാണ് ഇത്. അപ്പോൾ നമ്മൾ SSH ആണ് വേണ്ടെങ്കിൽ നമ്മൾ SSH കൊടുക്കുന്നു. ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. 22ലാണ് നമുക്ക് വരുന്നത് എന്ന് പറയുന്നു. ഇനിയിപ്പം അടുത്തത് നമ്മൾ സോഴ്സ് ആണ്. സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എവിടെ നിന്നാണ് ഈ നെറ്റ്വർക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പം അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് IP അഡ്രസ്സാണ്. അതായത് ഇന്ന IP അഡ്രസ്സിൽ നിന്ന് ഇന്ന പ്രോട്ടോക്കോളിൽ ഇന്ന പോർട്ടിലോട്ട് ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻബൗണ്ട് വന്നു കഴിഞ്ഞാൽ അലോ ചെയ്തു കൊള്ളൂ എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ IP അഡ്രസ്സാണ്. ആ IP അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നമ്മളുടെ IP അഡ്രസ്സ് ഏതാണ് എന്നുള്ളത് നമുക്കിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോകാം. അതാണ് കസ്റ്റം എന്ന് പറയുന്നത്. അതല്ലാതെ എനിവേർ IPv4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തു നിന്നുമുള്ള ഏതൊരു ഇതിൻ്റെ അകത്ത് നിന്നുള്ള TCP കമ്മ്യൂണിക്കേഷൻ അലോ ചെയ്യൂ എന്നുള്ളതാണ്. അവിടെ ഒരു വാർണിംഗ് വരുന്നുണ്ട്. കാരണം അങ്ങനെയൊരു റിസ്ക് ഉണ്ട്. കാരണം എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പം അതിൻ്റെ അകത്താണ് ഇവിടെ ഒരു വാർണിംഗ് വന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ, എല്ലാവർക്കും ആക്സസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള സാധനം ചെക്ക് ചെയ്യൂ എന്നുള്ളതാണ് വരുന്നത്. നോർമലി നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അലോ ചെയ്യേണ്ട കാര്യമൊന്നും നോർമലി നമുക്ക് ചിലപ്പം വരാറില്ല. അതുകൊണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ലീസ്റ്റ് പ്രിവിലേജ് ആയിരിക്കും എല്ലായ്പ്പോഴും നല്ലത് എന്ന് പറയുന്ന ഒരു വാർണിംഗ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം അതല്ലാതെ IPv6ൻ്റെ ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് മൈ IP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൗസർ ഓടുന്ന IP അഡ്രസ്സ് ഏതാണോ ആ IP അഡ്രസ്സ് ഇവിടെ അവൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് എടുത്തു തരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കസ്റ്റം ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു IP അഡ്രസ്സ് ആണ് നമുക്ക് കൊടുക്കേണ്ടതെങ്കിൽ അതിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇവൻ ഇവിടെ പ്രൊവൈഡ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ IP അഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കാം. IP അഡ്രസ്സ് എന്ന് പറയുന്നത് 4 പോർഷൻസ് ഉള്ള സാധനമാണ് അല്ലേ. ഡോട്ട് എന്ന് പറഞ്ഞിട്ട് 4 ഡിഫറെൻറ്റ് പോർഷൻസ് ഉള്ള സാധനമാണ്. അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന 32 ബിറ്റുകൾ ഇരിക്കുന്ന സാധനമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 32 ബിറ്റുകളെയും അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന മൊത്തം സാധനങ്ങളെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കാം. നമ്മൾ നേരത്തെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് അല്ലേ. 15 207 172 2 എന്ന് പറയുന്നതാണ് ഇവൻ്റെ IP അഡ്രസ്സ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പിന് ആണ് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് ഒരു ഇൻബൗണ്ട് ട്രാഫിക് നെറ്റ്വർക്ക് ട്രാഫിക് സെൻഡ് ചെയ്യാൻ പറ്റാനുള്ള അലോ റൂളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന IP അഡ്രസ്സ് ആയിരിക്കണം നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം അതിന് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു CIDR യൂസ് ചെയ്യാം. CIDR യൂസ് ചെയ്യാന്ന് പറയുന്നത് അതൊരു റേഞ്ച് ഓഫ് IP അഡ്രസ്സുകൾ നിങ്ങൾക്ക് അലോ ചെയ്യാം എന്ന് പറയുന്നതാണ്. അതായത് നമ്മളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന 24 എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത് 8 ബിറ്റ് 8 ബിറ്റ് 8 ബിറ്റ് 8 ബിറ്റ് എന്ന് പറഞ്ഞു വരുന്ന സാധനമാണല്ലോ.
ഇതിൻ്റെ അകത്ത് എത്ര ബിറ്റുകളെ ഫിക്സഡ് ആക്കി വെക്കണം എന്നുള്ളതാണ്. അതായത് CIDR എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് ഓഫ് IP അഡ്രസ്സുകളെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു മെക്കാനിസമാണ് CIDR എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ നമ്മളുടെ ഒരു ലോക്കൽ നെറ്റ്വർക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു 10 IP അഡ്രസ്സുകളുണ്ട്. ആ 10 IP അഡ്രസ്സുകളും ഒരു പ്രത്യേക റേഞ്ചിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് ആ റേഞ്ചുകളെ ആ പറഞ്ഞിരിക്കുന്ന 10 എണ്ണത്തിനെയും ഒറ്റൊരു റൂൾ ഉണ്ടാക്കിയിട്ട് അലോ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന റേഞ്ച് ഓഫ് IP അഡ്രസ്സുകളെ ഒരൊറ്റൊരു പർട്ടിക്കുലർ നൊട്ടേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു ഇൻബൗണ്ട് റൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് CIDR എന്ന് പറയുന്നത്. അപ്പം ആ CIDR വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നമ്മൾ നോർമലി ഇത്രേ നമ്മളുടെ IP അഡ്രസ്സിൽ ഉണ്ടാവുള്ളൂ അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന 4 ഡിവിഷൻ വെച്ചിട്ടിരിക്കുന്ന സാധനം, നമ്മൾ ഇവിടെ വെച്ച് നോക്കിയ സാധനമാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 4 ഡിവിഷൻ അല്ലേ. 15 എന്ന് പറയുന്ന ഒരു ഡിവിഷൻ, 207 എന്ന് പറയുന്ന ഡിവിഷൻ, 172, 2 എന്ന് പറയുന്നത്. അതായത് ഓരോന്നും 8 ബിറ്റ് ഇരിക്കുന്ന സാധനങ്ങളായിരിക്കും ഓരോന്നിൻ്റെ അകത്തും. അതായത് ഈ 15 എന്ന് പറയുന്നത് 0 to 255 വരെ നമുക്ക് ഇതാക്കാൻ പറ്റും. രണ്ടാമത്തെ സെഷനിലും 0 to 255 വരെ ഇതാക്കാൻ പറ്റും. അതായത് 8 ബിറ്റ് വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അങ്ങനെയാണ് നോർമലി IP അഡ്രസ്സുകളെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എത്ര ബിറ്റുകളാണ് ഫിക്സഡ് എന്നുള്ളതാണ് ഇവൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലാഷ് കഴിഞ്ഞിട്ട് നോർമലി ഈ പറഞ്ഞിരിക്കുന്ന 3 ഡോട്ടുകൾക്കിടയിലുള്ള സാധനങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പക്ഷെങ്കിൽ CIDR വരുന്ന സമയത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് സ്ലാഷ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൂടി പറഞ്ഞു കൊടുക്കണം. ആ നമ്പർ എന്ന് പറയുന്നത് നോർമലി 8, 16, 24, 32 എന്ന് പറയുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എത്ര വരെയാണ് ഫിക്സഡ് എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ 24 ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 24 ബിറ്റ്സുകൾ ഫിക്സഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് 24 ആണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ 15 അല്ലെങ്കിൽ 107, 172 എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏത് നമ്പർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അലോഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളത് 0 to 255 വരെയുള്ള ഏത് നമ്പറുകളും അലോഡ് ആയിരിക്കും. അപ്പോൾ നോർമലി നമ്മളുടെ ഒരു ലോക്കൽ നെറ്റ്വർക്കിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതേപോലെ ഒരു റേഞ്ചിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റേഞ്ചിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ IP അഡ്രസ്സുകളെയും ഒരൊറ്റയടിക്ക് തന്നെ ഒരൊറ്റൊരു പർട്ടിക്കുലർ റൂൾ ഉണ്ടാക്കിയിട്ട് തന്നെ നമുക്ക് അലോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നമ്മളുടെ ലോക്കൽ നെറ്റ്വർക്കിൻ്റെ അകത്ത് നമുക്ക് ഒരു പർട്ടിക്കുലർ റേഞ്ച് IPക്ക് അകത്ത് നമുക്കൊരു 100 IP അഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ 100 ഇൻബൗണ്ട് റൂളുകൾ ഇങ്ങനെ ഉണ്ടാക്കി പോകേണ്ടി വരും. ഓരോരോ IP അഡ്രസ്സും ഇവിടെ പറഞ്ഞു കൊടുത്ത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റേഞ്ച് ഓഫ് IP അഡ്രസ്സുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് CIDR എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ CIDR വെച്ചിട്ട് നമുക്ക് ഇവിടെ റൂളിൻ്റെ അകത്ത് IP അഡ്രസ്സിൻ്റെ റേഞ്ച് പറഞ്ഞു കൊടുക്കാനുള്ള മെക്കാനിസം ഉണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ IP അഡ്രസ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. കസ്റ്റം എന്ന് പറയുന്ന സാധനം ചൂസ് ചെയ്തു, എന്നിട്ട് IP അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയായിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ. നിങ്ങളുടെ എന്താണോ ആവശ്യമുള്ള IP അഡ്രസ് റേഞ്ച് അതായിരിക്കണം ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു IP ന്ന് മാത്രം ഇൻബൗണ്ട് സമ്മതിച്ചാൽ മതിയെങ്കിൽ ആ IP ഇവിടെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി. ഇവിടെ ഒരു IP അഡ്രസ്സ് പറയുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു IP ആണെങ്കിൽ കൂടി നമ്മളത് CIDRൻ്റെ നൊട്ടേഷൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പം ഒരൊറ്റൊരു സിംഗിൾ IP അഡ്രസ്സാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ #32 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ബിറ്റുകളും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 32 ബിറ്റുകളും ഫിക്സഡ് ആണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. 32 ബിറ്റുകളും ഫിക്സഡ് ആകുന്ന സിറ്റുവേഷൻ എന്താണ്, അതായത് ആ എൻ്റയർ IP അഡ്രസ്സ് മാത്രമാണ് വാലിഡ് എന്ന് പറയുന്നത്. അതായത് ആ സിംഗിൾ IP അഡ്രസ്സ് മാത്രമേ വാലിഡ് ആയിട്ടിരിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു സിംഗിൾ IP പറയണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ CIDRൻ്റെ നൊട്ടേഷൻ യൂസ് ചെയ്യണം. അതിന് /32 എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് ചെയ്തു കൊടുത്താലും മതി. അല്ലാതെ നമ്മളിപ്പം നോർമലി ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു IP അഡ്രസ്സ് ഇങ്ങനെ നമ്മുടെ IP അഡ്രസ്സ് മാത്രം ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കത്തില്ല. ഇതേപോലെ 32 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ IP അഡ്രസ്സിൽ നിന്ന് മാത്രമേ ഇൻബൗണ്ട്, അല്ലെങ്കിൽ ഇൻബൗണ്ട് ആണോ ഔട്ട്ബൗണ്ട് ആണോ എന്താണോ അത് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് നിന്ന് മാത്രമേ സമ്മതിക്കത്തുള്ളൂ. ഓക്കെ.
അപ്പോൾ നമ്മളിവിടെ ഔട്ട് ബൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എനിവെയർ IPv4 കൊടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാത്തിൻ്റെ അകത്തേക്കുമുള്ള ഒരു ട്രാഫിക് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് അടിയിലോട്ട് വന്നിട്ട് ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണേ. ടെസ്റ്റിംഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അതായത് നിങ്ങൾ ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്താണോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇവൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങളത് സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ ഇതിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിയതായിട്ടിരിക്കുന്ന സാധനം കാണാൻ പറ്റും. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മളിത് മീറ്റ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ പുതിയതായിട്ടിരിക്കുന്ന ഒരു സാധനം ലോഞ്ച് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് പഴയത് അതായത് മുമ്പ് നമ്മൾ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മളിവിടെ അലോ SSH എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഒക്കെ കൊടുത്ത് ചെയ്തതായിരുന്നു അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പം പുതിയൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവന് മിനിമം വേണ്ട ഇൻഫർമേഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് SSH ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, പുതിയൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് അവൻ ഇന്റേണലി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മളിവിടെ ടെക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന റൂൾസ് ആയിരിക്കും ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതല്ലാതെ നമുക്ക് ഓൾറെഡി ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെക്യൂരിറ്റി ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പാണ് ചൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്തിരിക്കുന്ന റൂൾസ് ആയിരിക്കും ഈ EC2 ഇൻസ്റ്റൻസിന് ആപ്ലിക്കബിൾ ആയി വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ഗ്രൂപ്പുകൾ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ. ഇനിയിപ്പം ക്രിയേറ്റ് ചെയ്താൽ മതി ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന. നോർമലി ഇത് നമ്മൾ ഓൾറെഡി ചെയ്താണ്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ പുതിയതായിട്ടിരിക്കുന്ന ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞ ഒരു ഇൻസ്റ്റൻസ് നോക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓൾറെഡി ഇരിക്കുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിലോട്ട് പോവുക. അതിനുശേഷം ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ടാബ് കാണാൻ പറ്റും. ആ ടാബിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് വച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ പറ്റും. ഗ്രൂപ്പ്സ് എന്നാണ്. അതായത് ഒരു EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പം ഒരൊറ്റൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് മാത്രമേ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് പറഞ്ഞിട്ടിരിക്കുന്ന റൂൾസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് കമ്പൈൻഡ് ആയിട്ടിരിക്കുന്ന റൂൾസുകളായിരിക്കും. ഇനിയിപ്പോൾ നമുക്കിപ്പം നമ്മളൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ട്രാഫിക് കൂടി ഇതിൻ്റെ അകത്തേക്ക് അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയതായിട്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് ആ സെക്യൂരിറ്റി ഗ്രൂപ്പിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അപ്പായിട്ടിരിക്കുന്ന ഒരു EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിലാണ് ആക്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ അകത്ത്, അതിൻ്റെ അകത്ത് സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം, അതിൻ്റെ അകത്ത് ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഡിഫോൾട്ട് എന്ന് പറയുന്ന സെക്യൂരിറ്റി ഗ്രൂപ്പ് കൂടി ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത്, ഈ ഒരു EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് 2 സെക്യൂരിറ്റി ഗ്രൂപ്പുകളുണ്ട്. നമ്മളിവിടെ സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ EC2 ഇൻസ്റ്റൻസിൻ്റെ ഇതിലോട്ട് പോകുന്നു. സെക്യൂരിറ്റി ഒരു തവണ കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. നേരത്തെ നമുക്ക് ഒറ്റൊരു സെക്യൂരിറ്റി ഗ്രൂപ്പല്ല ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ സെക്യൂരിറ്റി ഗ്രൂപ്പുകൾ വന്നു. അതായത് ഒരു EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ റിമൂവ് ചെയ്യാനാണ് വേണ്ടെങ്കിൽ സെയിം സെക്യൂരിറ്റി എടുക്കാം, ചേഞ്ച് സെക്യൂരിറ്റി ഗ്രൂപ്പുകൾ എടുക്കാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. ഒറ്റൊരെണ്ണം അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും വെക്കണേ. നമ്മളിപ്പം നേരത്തെ വന്ന നമ്മളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും വെക്കാം. സോറി, ആഡ് ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും വെക്കുക. എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഇതേപോലെ നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പുകളെ ആഡോ റിമൂവോ എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.
അപ്പം ഇനിയിപ്പം ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ SSH വെച്ചിട്ട് നമുക്കൊന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളുടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു റൂൾ ഉണ്ട്. ആ റൂൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് SSH അലൗഡ് ആവുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അതെങ്ങനെ അലൗഡ് ആണ് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യം തന്നെയാണ്. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ SSH അടിക്കുന്നു. -i എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ കീ കൊടുക്കുന്നു. കീ വാല്യൂ പെയർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ യൂസർ കൊടുക്കുന്നു. അതിനുശേഷം IP കൊടുക്കണം അല്ലേ? IP കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ IP എടുക്കുന്നു. നെറ്റ്വർക്ക് ട്രാവൽ പോകുന്നു, കോപ്പി ചെയ്യുന്നു. പബ്ലിക് IPv4 ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം. പബ്ലിക് IPv4 അത് കൊടുക്കുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്താണ്. ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട് അല്ലേ? ഈ കണക്ഷൻ എന്തുകൊണ്ടാണ് നമുക്ക് സംഭവിച്ചത്? നമ്മളുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന SSH കണക്ഷൻ അലൗഡ് ആണ്. ഏതൊരു IP അഡ്രസ്സിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന 22 ഈ SSH എന്ന് പറയുന്നത് 22 എന്ന് പറയുന്ന പോർട്ടിലോട്ടാണ് അവൻ കണക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു IP അഡ്രസ്സിൻ്റെ അകത്ത് നിന്നും 22 എന്ന് പറയുന്ന പോർട്ടിലോട്ട് കണക്ഷൻ അലോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻബൗണ്ട് റൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂൾ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പം SSH വഴി നമ്മളുടെ ഇൻസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത്. SSHൻ്റെ ഡിഫോൾട്ട് പോർട്ട് എന്ന് പറയുന്നത് 22 ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിനെ എടുത്തിട്ട് നമുക്ക് ഇൻബൗണ്ട് റൂൾ എഡിറ്റ് ചെയ്യുന്നു. നമുക്ക് ഇൻബൗണ്ട് റൂളുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഇതിനെ നമ്മൾ എടുത്തിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു, എന്നിട്ട് സേവ് റൂൾ ചെയ്യുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇനിയിപ്പോൾ നമ്മൾ നേരെ EC2 ഇൻസ്റ്റൻസിലോട്ട് പോകുന്നു. EC2 ഇൻസ്റ്റൻസ് നമ്മളുടെ റണ്ണിങ് ആയിട്ടുള്ള സാധനം എടുക്കുന്നു, സെക്യൂരിറ്റി എടുത്ത് നോക്കുന്നു. നമ്മൾ ഇപ്പം ഇൻബൗണ്ട് റൂളുകളൊന്നും നമ്മളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്തില്ല. നമ്മൾ SSH അലോ ചെയ്തിരുന്ന ആ റൂൾ നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? റിമൂവ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ സെക്യൂരിറ്റി റൂൾ ഒന്നുമില്ല. ഇനി നമുക്ക് ഒന്നും കൂടി നമുക്കൊന്ന് SSH ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾറെഡി ഇരിക്കുന്ന കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവണ കൂടി ഒന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ അടിച്ച അതേ കമാൻഡ് തന്നെ വെച്ചിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും കണക്ഷൻ ആയിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, അത് ടൈം ഔട്ടായി. ടൈം ഔട്ട് ആയത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് ഇപ്പം യാതൊരു വിധത്തിലിരിക്കുന്ന ഇൻബൗണ്ട് ട്രാഫിക്കും അവൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന SSH വച്ചിട്ട് നമ്മളുടെ EC2 ഇൻസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള നെറ്റ്വർക്ക് ട്രാഫിക്കുകളെ മാത്രം നമുക്ക് EC2 ഇൻസ്റ്റൻസിൻ്റെ അകത്തേക്ക് അലോ ചെയ്യാനും അതേപോലെ തന്നെ ഡെനി ചെയ്യാനുള്ള റൂൾ ഇല്ലെങ്കിൽ കൂടി അതുവഴി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡെനി ചെയ്തെടുത്തിട്ട് നമ്മളുടെ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഓൾറെഡി നമ്മളൊരു HTTP സെർവറൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്തിരുന്നു അല്ലേ? അതിൻ്റെ അകത്തേക്ക് നമ്മൾ HTTP ട്രാഫിക് അലൗഡ് ആയി ചെയ്ത് കൊടുത്തിരുന്നു. അതിനുള്ളൊരു ഇൻബൗണ്ട് റൂൾ നമ്മൾ അന്ന് ചെയ്തിരുന്നു. അത് നമ്മൾ HTTP 80 എന്ന് പറയുന്ന പോർട്ടിൻ്റെ അകത്തേക്കൊക്കെ ചെയ്തിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന എക്സസൈസ് ഒന്നും കൂടി ചെയ്ത് നോക്കാം. എന്നിട്ട് ആ HTTP സെർവറിൻ്റെ അകത്തിരിക്കുന്ന ഇൻബൗണ്ട് റൂൾ, അതായത് പോർട്ട് 80 ഇൻബൗണ്ട് ട്രാഫിക് അലോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന സാധനം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അന്ന് അപ്പാക്കിയെടുത്ത വെബ് സെർവർ ഒരു തവണ കൂടി ഒന്ന് അപ്പാക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ വെബ് സെർവർ കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ 2-3 തവണയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഗ്രൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒന്ന് വീണ്ടും 2-3 തവണ ഡിഫറെൻറ്റ് കോൺഫിഗറേഷനിലുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.